നേരത്തെ വീഡിയോയിൽ ഞാൻ മെഗാ ബാഗിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഐക്യ ഷോറൂമിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു മോളാണ് ഈ മെഗാ ബാങ്ന എന്ന് പറഞ്ഞത്. അതായത് ബാൻഫി എന്ന സ്ഥലത്താണ്, ബാങ്ന എന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ ബാൻഫി എന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെയാണ് ഈ മെഗാ ബാങ്ന എന്ന ഏറ്റവും വലിയ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ മോള്. ഈ കാണുന്നതാണ് മെഗാ ബാങ്ന. 10,000 കാർ പാർക്കിംഗ് ഉണ്ട്. അത് ശനി ഞായർക്ക് ഭയങ്കര തിരക്കായിരിക്കുന്ന പറഞ്ഞിട്ട്, കാരണം അതും കവിഞ്ഞു പോകുന്ന പറഞ്ഞിട്ട്. അതുപോലെ 450-ൽ പരം ഷോപ്സ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുണ്ട്. കൂടാതെ നമ്മുടെ ഐക്യയുടെ വലിയൊരു ഒരു സ്റ്റോറുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ പിന്നെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ്, പിന്നെ ഒരു സൂപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളിലുള്ള കാരണം നമുക്ക് ഒരു ദിവസം മുഴുവൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടന്നു കാണാനുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു മെഗാ ബാഗ്ന എന്നുള്ള ഈ സ്ഥലം, അല്ലെങ്കിൽ ഈ മോള്. ഇത് സുവർണ്ണഭൂമി എയർപോർട്ടിൻ്റെ വളരെ അടുത്ത് തന്നെയാണ്. പിന്നെ ഇവിടെ അധികം ടൂറിസ്റ്റുകൾ അധികം വന്ന് ഞാൻ കാണുന്നില്ല. ഞാൻ നേരത്തെ മറ്റൊരു വീഡിയോയിലും പറഞ്ഞിരുന്നു, ടൂറിസ്റ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽസാണ് അധികവും ഇവിടെ കാണാറ്. എന്താണെന്നറിയില്ല, എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ശനി ഞായറായിരിക്കും അധികം വരിക. പിന്നെ റെസ്റ്റോറൻറ്റിൽ നമുക്ക് തായ് ഫുഡും എല്ലാ തരത്തിലുള്ള ഫുഡുകളും അവൈലബിൾ ആണ്. തായ്ലൻഡ് ഫുഡ് നമുക്ക് അറിയാം, ഫേമസ് ആണ് എല്ലാ കാര്യത്തിലും. ഫുഡ് നല്ല ടേസ്റ്റിയാണ്. അത് അപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോകുന്നവർക്ക് പോകാം, ഷോപ്പിങ്ങിന് പോകുന്നവർക്ക് പോകാം. നമ്മുടെ സൂപ്പർ മാർക്കറ്റും ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുണ്ട്. അപ്പോൾ എല്ലാ ആവശ്യങ്ങൾക്കും ഇവിടെ വരേണ്ട വരും. ഇതാണ് ഐക്യ എന്ന ബ്രാൻഡ് നമുക്ക് മുകളിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ഐക്യയുടെ ഉള്ളിൽ കൂടെ നമുക്ക് കയറി അങ്ങ് പോവാം. വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം അങ്ങോട്ട് കയറി പോകാൻ. സോ ഞാൻ പറഞ്ഞ ഒരു മെഗാ പാർക്കിങ്ങിലേക്ക് നമ്മളിപ്പോൾ എത്തി. ഇവിടെയാണ് ഈ 10,000 വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലം എന്ന് ഞാൻ പറഞ്ഞത്. പാർക്കിങ്ങിൻ്റെ ഉള്ളിലൂടെ ഞാനിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് കുറച്ച് നടന്നിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ. ഇതിക്കടെ നടക്കാൻ പോയി കഴിഞ്ഞാൽ, എൻ്റെ പുണ്യവാദങ്ങൾ വെച്ച് നടക്കുമ്പോൾ ഏതാണ്ട് നമ്മൾ രാവിലെ വൈകുന്നേരം വരെ നടക്കാനുണ്ടാകുന്ന കേട്ടെ. ഞാൻ അത്രയ്ക്ക് നടക്കാനൊന്നും പോയില്ല, എന്നാലും ഇത് കാണാനുള്ള ആവശ്യം കാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നല്ല ചൂടാണ്. ഈ കാണുന്നതൊക്കെ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണോ എനിക്ക് ഡൗട്ടുണ്ട്. ജർമ്മൻ്റെ അവർ അങ്ങനെ വായിച്ചത് അത് വിൽക്കാണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ഹാൻഡ് തന്നെ ഉണ്ട്, നല്ല വില. അവിടെ തോരൻ ഭാഗത്ത് തന്നെ കുറേ, എനിക്ക് തോന്നുന്നത് എത്രയാണ്, 12 ലക്ഷമോ അതിനെങ്ങാണ്ടൊക്കെയാണ് ഞാൻ വായിച്ചത്. സോ ഒരു മോളിലുള്ള എല്ലാ സംഭവം ഇതിൻ്റെ ഉള്ളിലുണ്ട്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മാൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ. ഇതിൻ്റെ ഒരു പ്രത്യേകത 2 നില മാത്രമേ ഉള്ളൂ. അത് ഹൈറ്റ് അധികമില്ല, 2 നിലയിലാണ് എല്ലാ സംഭവവും വച്ചിരിക്കുന്നത്. 2 നിലയിലുള്ള ഒരു ബിഗ്ഗസ്റ്റ് മാൾ എന്ന് നമുക്ക് അതിന് വേണ്ടി പറയാം. ഇപ്പോൾ നമുക്ക് നോക്കി അറിയാൻ ഇവിടെ എല്ലാം ലോക്കൽസാണ് അധികം വരും. ഇതിൽ പ്രത്യേകത ഞാൻ അന്വേഷിച്ച് പറഞ്ഞത് ഇവിടെ ലോക്കൽസാണ് അധികം വരുന്നതാണ്. കാരണം ലോക്കൽസിന് വേണ്ട എല്ലാം അത്യാവശ്യം ചീപ്പായിട്ട് തന്നെ, വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ലാണ്ട് ഇവിടെ കിട്ടും. അതിൽ ഐക്യ മുഖ്യമായൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഐക്യ നമുക്കറിയാം, ഐക്യ എന്ന പേര് തന്നെ അതിൻ്റെ ഫൗണ്ടറിൽ നിന്നാണ് വന്നേക്കണേ. ഫൗണ്ടറിൻ്റെ ഇനിഷ്യൽസ് എടുത്തിട്ടാണ് ഐക്യ എന്ന പേരുണ്ടാക്കിയേക്കണേ. അതൊരു സ്വീഡിഷ് കമ്പനിയാണ്, ജപ്പാനൊന്നും അല്ല. ഞാനും പണ്ട് ജപ്പാൻ കമ്പനിയാണെന്ന് ഓർത്തത്. ഇവിടെയൊക്കെ ക്ലോത്ത്സിൻ്റെ കുറേ ഷോറൂംസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ 450-ൽ പരം ഷോപ്സ് ഈ ഒരു ഷോപ്പിംഗ് മാളിലുണ്ടെന്ന് പറയുന്നത്. ഒരു വലിയൊരു സിനിപ്ലക്സും ഉണ്ട്, സിനിമ തിയേറ്ററും എൻ്റെ ഉള്ളിലുണ്ട്. സിനിമ കാണുന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് സമയങ്ങൾ കുറവായിരുന്നു. പിന്നെ എനിക്കിവിടെ വന്ന് ഫുഡ് കഴിച്ചപ്പോൾ എനിക്ക് ചെറിയ വയറിന് പ്രശ്നമുള്ള കാരണം എനിക്കധികം സമയം ഇങ്ങനെ പുറത്തേക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഒരു ദിവസം. അപ്പോൾ അതിൽപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ അതുകൊണ്ടൊന്ന് ഓടിപ്പോയി കണ്ടിട്ട് നേരെ റൂമിൽ പോകുക എന്നുള്ള എൻ്റെ ഒരു ആവശ്യമായിരുന്നു. ഇതേപോലെ ഒരു മാൾ ഞാൻ ഡൽഹിയിൽ കണ്ടിട്ടുണ്ട്. ഡൽഹിയിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാളെന്ന് പറയപ്പെടുന്നതും 2 നിലയോ 3 നിലയോ കണ്ടേ ഉള്ളൂ. അപ്പോൾ അവിടെ നിലകൾ അധികം കയറില്ല, പക്ഷേ പരന്ന് കിടക്കണമായിരിക്കും. ഇവിടെ അത് തന്നെ പരന്ന് കിടക്കണം. എസ്കലേറ്റേഴ്സ് എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഈ മാളെ കണ്ട അത്ര വലിയ സംഭവം തോന്നില്ല. കാരണം നമ്മൾ കേരളത്തിൽ ഒരു 80%-90% പേർ പുറത്ത് പോകുന്നവരായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള മാളുകൾ കണ്ട് മടുത്തിരിക്കുകയായിരിക്കും. ലുലു മാളൊക്കെ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് മാളെന്നേ പറയാൻ പറ്റുള്ളൂ, അത് നമുക്കറിയാം. പക്ഷേ നമ്മുടെ നാട്ടിലൊരു വലിയ മാൾ ലുലു മാളെന്നൊക്കെ പറയാം. പിന്നെ ഇപ്പോൾ ഒരു മാൾ സംസ്കാരം നമുക്ക് എല്ലാവർക്കും ആയിക്കഴിഞ്ഞു. പണ്ട് നമ്മുടെ അവിടെ ഒരു ഒബ്രോൺ മാളായിരുന്നു, പിന്നെയാണ് ലുലു മാൾ വന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ദുബായിലൊക്കെ പോയാൽ എനിക്ക് അവിടുത്തെ പല മാൾ കാണാൻ പറ്റിയായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലൊരു മാൾ വന്നത് ഇതൊക്കെയാണ്. ഇപ്പോൾ എല്ലാ മുക്കിനും മൂലയിലും ചെറിയ ചെറിയ മാളുകളൊക്കെ ഉണ്ട്. ഓരോ ഫാമിലിക്കും ഓരോ മാൾ വെച്ചിട്ടൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ചിലർക്കൊക്കെ ഉള്ളത്.
പക്ഷേ ഇത് തായ്ലൻഡിലെ ഏറ്റവും വലിയ മോളാണ്. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നത് കാണാൻ വേണ്ടി. പിന്നെ ഐക്കിയ കൂടെ കാണുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഐക്കിയയുടെ ഏറ്റവും വലിയ ഷോറൂം ഇവിടെ കൂടെ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഐക്കിയയിലേക്ക് ഇന്ന് കാണണം എന്നൊരാഗ്രഹം കാരണം ഞാനിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുകയാണ്. ഇവിടെ എല്ലായിടത്തും ഫുഡ് ഷോപ്പും റെസ്റ്റോറൻറ്റും എല്ലാം ഉണ്ട്. വെറൈറ്റി സംഭവങ്ങളാണ് എല്ലായിടത്തും. ജ്യൂസ് കഴിക്കാനുള്ള സ്ഥലം നമുക്ക് കണ്ടറിയാമല്ലോ. അങ്ങനെ പല പല വെറൈറ്റി സ്ഥലങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. ഇത് ഒരു ഫുഡ് കോർട്ടാണ്, ഫുഡ് പേഷ്യൂ എന്നുള്ള സ്ഥലം. അപ്പോൾ അവിടെ ഞാൻ പോയിട്ട് കുറച്ച് കഴിക്കാൻ വേണ്ടി ഞാൻ പോയിരുന്നു. എന്തായാലും എവിടെ പോയാലും ആദ്യം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് എൻ്റെയൊക്കെ ഒരു രീതി. കാരണം നമ്മളെ ശ്രദ്ധിച്ചിട്ട് വേണം ബാക്കിയെ കാണാൻ. അപ്പോൾ ഞാനൊരു ഫുഡ് ഓർഡർ ചെയ്യുകയാണ്. ഫുഡ് ഓർഡർ ചെയ്തു. അപ്പോഴാണ് അവരെനിക്കൊരു സാധനം തന്നത്, ഒരു റൗണ്ടിലുള്ളൊരു സാധനം. അതിൽ അലാറം അടിക്കുമ്പോൾ ഫുഡ് റെഡിയായി ഞാൻ പോയി വാങ്ങിക്കുക എന്നാണ്. ഈ സിസ്റ്റം ഇന്ത്യയിലുണ്ടെന്നറിയില്ല. എന്തായാലും നല്ല രസമുള്ള സിസ്റ്റമാണ്. നമുക്ക് എവിടെയും പോയിരിക്കാം, എവിടെ ഇരുന്നാലും ഈ അലാറം കയ്യിലടിച്ചോളും. അപ്പോൾ അടിക്കുമ്പോൾ നമ്മളാ പോയിട്ട് ഫുഡ് വാങ്ങിക്കുക. ദാറ്റ്സ് വെരി ഈസി. ഇതാണ് ആ സംഭവം. എൻ്റെ 9ാം നമ്പറാണെന്ന് തോന്നുന്നു. കുറച്ച് കഴിയുമ്പോൾ ഈ അലാറം അടിക്കും. അങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അലാറം അടിച്ചു തുടങ്ങി. ഞാൻ എണിച്ചോടി വേറെ ഒരു സ്ഥലത്തെത്തി. അവർ പറഞ്ഞു ഇവിടെ എല്ലാ അലാറം അപ്പുറത്ത് പോകാൻ പറഞ്ഞു. അങ്ങനെ അപ്പുറത്തെ ഷോപ്പിലായിരുന്നു അലാറം കൊടുക്കേണ്ടത്. അങ്ങനെ അവിടെ കൊടുത്തിട്ട് ഞാൻ ഫുഡ് വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ഞാനീ പോകുന്നത് മെഗാ സിനിപ്ലക്സ്, ഐമാക്സ് ഒക്കെ ഉള്ള മെഗാ സിനിപ്ലക്സിലേക്കാണ്. ഇവിടെ എല്ലാം മകയാണ്. അപ്പോൾ ഇവിടെ സിനിമ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും എനിക്ക് കയറി കാണാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത കാരണം ഈ പുറത്ത് കിടക്ക് ഇങ്ങനെ എടുത്തിട്ടങ്ങ് പോവുക. അങ്ങനെയാണ് സാധാരണ ഞാൻ വിൻഡോ ഷോപ്പിംഗ് ആണ് എല്ലാവരും ചെയ്യാറ്. നമുക്ക് കണ്ടാൽ മതിയല്ലോ, കാശ് കൊടുത്ത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവയ്ക്കേണ്ട കാര്യമില്ല, വീട്ടിലെ സ്ഥലം ഉണ്ടാവില്ല. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ വാങ്ങിക്കാത്തത്. എനിവേ ഇതെല്ലാം കണ്ട് സംതൃപ്തി അടഞ്ഞു. ഇനി എനിക്ക് ഐക്കിയയിലേക്ക് ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണല്ലോ ഞാൻ വന്നത് മെയിനായിട്ട്, ഫുഡ് കഴിക്കാനും ഐക്കിയ കാണാനും. അങ്ങനെ ഐക്കിയ എന്ന ആ ഷോപ്പിലേക്ക് കയറുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് സ്വീഡിഷ് കമ്പനിയാണ്, നോട്ട് ജപ്പാൻ. ഓണറിൻ്റെ പേരിൻ്റെ ഇനിഷ്യൽസ് ആണെല്ലാം. ഈ കാണുന്നതൊക്കെ അവർ ഓരോ മുറി അറേഞ്ച് വെച്ചേക്കാണ് കാണുന്നത്. ലിവിങ് റൂം, ഡൈനിങ് റൂം, ബെഡ്റൂം, കിച്ചൺ എല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്കിതിൽ വെറൈറ്റി ചൂസ് ചെയ്താൽ മതി. അവർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് അതേപോലെ കസ്റ്റമൈഡാക്കി വച്ച് തരും. ഐക്കിയയുടെ വലിയ പ്രത്യേകത വെച്ചാൽ ഞാൻ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ചീപ്പായിരിക്കും. എന്നുവെച്ചാൽ അത്യാവശ്യം നോൺ എക്സ്പെൻസീവാണ്. ക്വാളിറ്റി അത്യാവശ്യമുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട്, എന്നാൽ ഇത്തിരി മോശം ക്വാളിറ്റി ഉണ്ട്. ഇതിൽ ഞാൻ കേട്ടർ വെച്ചിട്ട് ചിലതൊക്കെ പാർട്ടിക്കൽ ബോർഡും വിനീറും മാത്രമുള്ളതാണ്. അപ്പോൾ പിന്നെ അധികം കാശ് വരില്ല. പിന്നെ ഇവർ നമുക്ക് പാഴ്സലായിട്ടായിരിക്കും വീട്ടിലെത്തിക്കുക. എന്നിട്ട് നമ്മൾ തന്നെ റീഅസംബിൾ ചെയ്യണം. അതാണ് ഐക്കിയയുടെ പ്രത്യേകത. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ആകെ 6 ഷോറൂമേ ഉള്ളതെന്നാണ് കേട്ടത്. ബാംഗ്ലൂരിലാണ് ഏറ്റവും വലിയ ഷോറൂം എന്നാണ് കേട്ടത്. നഗരിന്ദ്രയോ അങ്ങനെ ഒരു സ്ഥലത്താണ് ബാംഗ്ലൂർ ഷോറൂം. പിന്നെ ഡൽഹി ഉണ്ട്, ഹൈദരാബാദ് ഉണ്ട്. നമ്മുടെ നാട്ടിലേക്ക് ഇന്ന് ഐക്കിയ എത്തിയിട്ടില്ല. കാരണം ഇത് ഷോപ്പ് തുടങ്ങി തന്നെ ഭയങ്കര എക്സ്പെൻസീവാണ് ഇന്ത്യ തുടങ്ങണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം മിക്കവരോട് തുടങ്ങാത്തത്. പിന്നെ ഒരു ഐക്കിയ കൾച്ചർ നമ്മുടെ കേരളത്തിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. കാരണം നമ്മളിപ്പോഴും നമുക്ക് തടിയൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു. തടിയിൽ ചെയ്യാനും ഡ്യൂറബിലിറ്റിക്ക് വേണ്ടിയായിരിക്കും നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഇതിൽ ഇത്ര ഡ്യൂറബിലിറ്റി അത്ര ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്നായിരിക്കാം ചിലപ്പോൾ ഉത്തരം വരിക. പിന്നെ ഈ കാലത്ത് ഡ്യൂറബിലിറ്റി അത്ര നോക്കേണ്ട കാര്യമൊന്നുമില്ല. 7-8 കൊല്ലമൊക്കെയാണ് എല്ലാവരും ഡ്യൂറബിലിറ്റി എന്ന് പറയുക. 100 കൊല്ലമൊക്കെ പണ്ടത്തെ കാരണവന്മാരുടെ കാലഘട്ടമായിരുന്നു. 100 കൊല്ലത്ത് അത് പണിത് വെച്ചേക്കണം ഇപ്പോൾ ആർക്കും വേണ്ടത് അവസരിക്കുന്നത്. കാരണം മോഡൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. പിന്നെ ഐക്കിയയുടെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ മോഡൽ ചേഞ്ചിങ്ങിന് അധികം വരുന്നില്ല എന്നുള്ളതാണ്. ഇതൊക്കെ ഫാക്ടറി പ്രൊഡക്ഷൻ ആയ കാരണം ഒരു തീം വെച്ചിട്ട് കുറച്ച് കാലം അതിൽ നിൽക്കും. പിന്നെ പല പല തീം പല പല മോഡൽ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ കസ്റ്റം മെയ്ഡ് എന്നുള്ള രീതിയിലേക്ക് അധികം വരാത്ത കാരണം അങ്ങനെ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഐക്കിയ ഷോറൂമിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നടന്നിടന്ന് മടുക്കും. അത് ഡിസൈൻ ചോയ്സ് കുറേ ഉള്ള കാരണം ഏതെടുക്കണം എന്നോർത്ത് ആകെ എക്സോസ്റ്റഡ് ആവുന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഏറ്റവും വലിയ ഐക്കിയ ഷോറൂമാണിത്. ഈ ഐക്കിയ ഷോറൂം തൈലൻഡിലെ ഏറ്റവും വലിയ മോളിൽ തന്നെയാണ്. ബാങ്കോക്കിലെ ഏറ്റവും വലിയ മോളാണ് ഇവിടെ. അത് കണക്റ്റായിട്ടുള്ള കുറേ മോൾസ് ഉണ്ട്. ഇതിൽ ഐക്കിയ ഇവിടുത്തെ ഏറ്റവും വലിയ ഐക്കിയാണ്. ഇന്ത്യയിൽ എനിക്ക് വേണം ന്യൂഡൽഹിയിൽ മാത്രമേ കണ്ടുള്ളൂ, വേറെ എവിടെയും ഇത് കണ്ടിട്ടില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഐക്കിയ അറിയില്ല, നമുക്ക് സാധനം വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം പിന്നെ ഡിസ്മാൻഡിൽ ചെയ്തിട്ട് റീഅസംബിൾ ചെയ്യണം. റീഅസംബിൾ ചെയ്ത് വീട്ടിൽ ചെയ്യണം. അതാണ് ഐക്കിയയുടെ ഫർണിച്ചറിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം കിച്ചണാണ്. വെറൈറ്റി ഓഫ് കിച്ചണാണ്. ഐലൻഡ് കിച്ചൺ ഉണ്ട്, സൈഡിലുള്ള കിച്ചൺ ഉണ്ട്. വെറൈറ്റി ഓഫ് കിച്ചൺസ് നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം നമുക്ക് കണ്ടിഷ്ടപ്പെട്ട അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതേ കളറിൽ ഇതേ മോഡലിൽ തന്നെ ഇതേ ഡൈനിങ് ടേബിൾ ടോണി സെറ്റ് ചെയ്യാം. അത്ര ചീപ്പല്ല, എന്നാൽ അത്ര വലിയ എക്സ്പെൻസീവ് അല്ല, അത്ര പ്രീമിയം ലുക്ക് ഉണ്ട് താനും. അങ്ങനെയൊക്കെയാണ് ഐക്കിയയുടെ ഒരു ഗുണം.
നമുക്ക് ഈ കിച്ചൻ്റെ വെറൈറ്റി കണ്ട് മടുക്കും. അങ്ങനെയാണ് ഇവരുടെ ഷോറൂമൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര എക്സ്പെൻസീവായിട്ടാണ് ഇവർ ഓരോ ഷോറൂം സെറ്റ് ചെയ്യുക. വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും വാങ്ങിച്ചിരിക്കും. കാരണം അത്ര എക്സ്പെൻസീവ് അല്ലല്ലോ. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ സൈക്കോളജി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നമ്മൾ വീട്ടിൽ സാധനം എത്തിക്കും, അത് നമ്മൾ അഴിച്ചെടുത്ത് നമ്മൾ തന്നെ അസംബിൾ ചെയ്ത് ഉണ്ടാക്കുക. അപ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അത് നമ്മളുടെ പണിയെടുത്തിട്ടാണ്. അതായത് കസ്റ്റമറെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ളതും ഐക്കിയയുടെ ഒരു തന്ത്രമാണ്. കസ്റ്റമർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും ചെയ്യും. ചുമ്മാ കൊണ്ടങ്ങ് എടുത്തിട്ടാൽ പോരാ, നമ്മൾ പണിയെടുത്തുണ്ടാക്കിയ ഒരു ഫർണിച്ചറാണെന്ന് നമുക്ക് പറയുകയും ചെയ്യാം. അപ്പോൾ അതും ഒരു പ്രത്യേകതയാണ്. ഇതിൽ ഏറ്റവും ചീപ്പായിട്ടുള്ള വളരെ ബേസിക്കായിട്ട് ആവശ്യമുള്ളവർക്കും ഇവിടെ നിന്ന് കിട്ടുന്നുള്ള അതിൻ്റെ പ്രത്യേകത. അത് കോസ്റ്റ്ലി ആയിട്ടുള്ളതും കിട്ടും, ബേസിക് ആയിട്ടുള്ളതും കിട്ടും. അപ്പോൾ നമ്മുടെ കോതമംഗലത്ത് പോകുമ്പോൾ ഉള്ള സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്ത് കിട്ടുന്ന പോലെ തന്നെ ചീപ്പായതും കിട്ടും, പ്രീമിയം ലെവലുള്ളതും കിട്ടും. അപ്പോൾ രണ്ടും ഇത് വേൾഡ് വൈഡ് ആയിട്ട് കിട്ടുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ആൻഡ് ദാറ്റ് ഈസ് ഐക്കിയ. ഇതാണ് ഐക്കിയയുടെ വെയർ ഹൗസ്. ഇവിടെ നമുക്ക് വന്നിട്ട് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം, വീട്ടിൽ കൊണ്ടുപോകാം, പിന്നെ റീഅസംബിൾ ചെയ്യാം. ഇതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നു. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് നടന്ന് കാണേണ്ട വന്നു. പക്ഷെ കാണാനുണ്ട്, നമുക്ക് മടുക്കൊന്നുമില്ല. പക്ഷെ ഇന്ന് യാത്ര കഴിഞ്ഞ് വന്ന കാരണം ഭയങ്കര ബുദ്ധിമുട്ടായി പോയെന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് കാണാനുള്ളൊരു ഭാഗ്യം കിട്ടിയെന്നുള്ളതാണ് സത്യം. എപ്പോഴും കാണാൻ കിട്ടാറില്ല. ഞാനപ്പോൾ പയ്യെ നമ്മുടെ മെഗാ ബാങ്കിൻ്റെ മാളിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ മോളിനോട് ടാറ്റയൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ റൂമിലെത്തിയിട്ട് പിന്നെ രാത്രിയായി പുറത്തിറങ്ങി. മഴ പെയ്തില്ല ഭാഗ്യത്തിന്. രാത്രിയിലത്തെ തായ്ലൻഡിൻ്റെ കാഴ്ച രസമാണ്. വേറെ ഒന്നുമല്ല, നൈറ്റ് ലൈഫ് ഇഷ്ടംപോലുള്ള സ്ഥലങ്ങളാണ് എല്ലാ സ്ഥലത്തും. അതേപോലെ ഫുഡ് എല്ലായിടത്തും ഉണ്ടാവും. സ്ട്രീറ്റ് ഫുഡായിരിക്കും. സ്ട്രീറ്റ് ഫുഡ് നല്ല കണ്ടച്ച് തന്നെ കഴിക്കാം. നീറ്റായിട്ട് തന്നെ അവർ തരുന്നത്. എന്നാലും നോക്കി കണ്ട് കഴിക്കണം നല്ലതാണ്. ഇതിപ്പോൾ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലേക്കാണ് ഞാൻ കയറി പോണത്. ഇതിൻ്റെ പേര് ഏതാണ്ടൊരു പേരായിരുന്നു, മലട്ടാങ്ക് അങ്ങനെ കണ്ടൊരു പേര്. അങ്ങനെ നമ്മൾ കയറി അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ വെറൈറ്റി ഓഫ് തിങ്സ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ മീനുകൾ, പിന്നെ ഇറച്ചി, ഇങ്ങനെ സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറേ സാധനം എടുത്തിട്ട് നമ്മളൊരു ബൗൾ എടുത്തുകൊണ്ട് പോവുക. അതിൽ നമുക്ക് ഇഷ്ടമുള്ള എടുത്തിടുക. അപ്പോൾ ആ ഇഷ്ടമുള്ള എന്തെടുത്തിട്ടാലും അതനുസരിച്ച് അവർ ചാർജ് ചെയ്തിട്ട് അവരുണ്ടാക്കി തരും. എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത്ര എടുത്തങ്ങ് കൊടുക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാനും കൊടുത്തു. അവർ പിന്നെ സോസിൻ്റെ സാധനമാണ് ഇത്. ഈ സോസിൻ്റെ സാധനം നമ്മൾ വേറെ എടുത്ത് നമ്മൾ തന്നെ എടുത്തുണ്ടാക്കി കയ്യിൽ വെച്ചോളൂ. ഇതിലൊരു റെഡ് ചില്ലി ഉണ്ട്. ആ ചില്ലി കഴിച്ചു, എനിക്ക് പണി കിട്ടി. ആ റെഡ് ചില്ലി എനിക്ക് ശരിയാവില്ലായിരുന്നു. അതെനിക്ക് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് പോയാൽ ഒരിക്കലും ഞാൻ ആ റെഡ് ചില്ലി കഴിക്കില്ല. അങ്ങനെ അവർ ആ സാധനം ഉണ്ടാക്കി തന്നാണ് ഇത് കഴിച്ചു തുടങ്ങിയപ്പോൾ നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇത് ഡ്രെയിനേജ് സിസ്റ്റമാണ്. ഇത് ഞാൻ മനപ്പുറം എടുത്താണ് വീഡിയോ. കാരണം ആ ഡ്രെയിനേജൊക്കെ ഒരു വളഞ്ഞും പൊളഞ്ഞൊക്കെ ഇരിക്കണം. അത് മാത്രമല്ല സ്ട്രെയിറ്റ് ആയിട്ടല്ല എൻ്റെ സ്ലാബിലിട്ടേക്കണേ. സ്ലാബൊക്കെ ഒന്നും ഒടിഞ്ഞു തുടങ്ങിയിരിക്കണേ. ഇത് ആപ്രിക്കോട്ടാണോ എന്നറിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്. എൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ആ മഞ്ഞ സാധനം അത് കഴിച്ച് നല്ല രസമായിരുന്നു. അപ്പോൾ ഈ ഡ്രെയിനേജിൽ എന്നെ എടുക്കാൻ കാരണമുണ്ട്. ഡ്രെയിനേജിൽ വെള്ളം ശരിക്കും പോവില്ല. ഇവരെല്ലാ കൊല്ലവും ഫുള്ള് ക്ലീനാക്കുന്ന പറഞ്ഞാൽ ഇവിടെ വെള്ളം പെട്ടെന്ന് പൊങ്ങും. മഴ പെയ്താൽ പെട്ടെന്ന് പൊങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിരിക്കണേ. അപ്പോൾ ആപ്രിക്കോട്ട് ഇത്രയും കഴിച്ചു. ഇത് ആപ്രിക്കോട്ടാണെങ്കിൽ. എന്നിട്ട് ഡ്രെയിനേജ് സിസ്റ്റം എനിക്ക് അത്ര പിടിച്ചിട്ടില്ല. ഇവരുടെ പോകുന്ന വഴിക്ക് നമുക്ക് കാണുന്ന മീനിനെയൊക്കെ എടുത്ത് വെച്ചേക്കണതാണ് കാണുന്നത്. ഞാൻ ഇങ്ങനെ ഓപ്പണാക്കി വെച്ച സാധനങ്ങൾ കഴിക്കാറില്ല. കാരണം ഓപ്പണായിട്ട് ഫുഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പ്രശ്നം വരും ഉറപ്പായിട്ടും. അപ്പോൾ അത് അങ്ങനെ കഴിക്കണം എനിക്ക് അത്ര ഇഷ്ടമുള്ള തരം കഴിച്ചിട്ടില്ല. തെരുവുകളിലൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് വൈകുന്നേരങ്ങളിൽ. അധികം ചൂടില്ലെങ്കിൽ പരമരസമായിരിക്കും. ചീപ്പായിട്ടുള്ള ഫുഡൊക്കെ കിട്ടും. ചീപ്പായിട്ട് ഫുഡ് മീൻസ് ക്വാളിറ്റി വൈസ് നല്ലതായിരിക്കാം. നോക്കി ഇങ്ങനെ എടുക്കണമെന്ന് മാത്രം. വില അധികം ഉണ്ടാവില്ല. എനിക്കിങ്ങനെ കൊമ്പേ കൊടുത്ത സാധനങ്ങൾ അധികം കഴിക്കാൻ വലിയ ഇഷ്ടമല്ല. കാരണം കഴിച്ചപ്പോഴൊക്കെ എനിക്ക് ഫുഡിന് വയറിന് പ്രശ്നം വരാറുണ്ട്. അതുകൊണ്ട് ഞാനത് വേണ്ടെന്ന് വെച്ചു. വേറെ ആരെങ്കിലും കഴിച്ച് ചിലപ്പോൾ ചിലർക്ക് വയറ് പിടിക്കില്ല. അതിൽ പെട്ട ഒരാളായിരിക്കാം ഞാൻ. എല്ലാവർക്കും കുഴപ്പമൊന്നുകൊണ്ടാണ് നല്ല ഉദ്ദേശിച്ചത്. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പഴങ്ങൾ, ഇവിടെ എനിക്കൊരു മുന്തിരി കിട്ടി. നല്ല വലിയ മുന്തിരി, പച്ച മുന്തിരി. അതെനിക്കത് ഭയങ്കര ഇഷ്ടമായി. അത് പക്ഷേ ഇന്ത്യയിലെ അധികം കണ്ടിട്ടില്ല. ഇവിടെ നമുക്ക് ഇവരുടെ സ്ട്രീറ്റിൽ കിട്ടുന്ന മുന്തിരിയാണ്. അതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ സ്ട്രോബെറി തായ്ലൻഡ് സർക്കാർ തന്നെ ഉണ്ടാക്കണമെന്നാണ് കേട്ടത്. അതവിടെ സാധനം ഉണ്ടാകാത്ത സാധനമാണ്. അപ്പോൾ അവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടു. അതായത് സാധാരണ സ്ട്രോബെറി അല്ല, കുറച്ചും കൂടെ വലിപ്പം കുറഞ്ഞായിരിക്കും, രുചിയും കുറവാണ്. പക്ഷേ സ്ട്രോബെറി ഇപ്പോൾ എല്ലായിടത്തും ഏത് സമയത്ത് അവൈലബിൾ ആണ്. അവർ സീസണിൽ സാധാരണ സ്ട്രോബെറി, പക്ഷേ ഇവിടെ എല്ലാ സീസണിലും ഉണ്ടാക്കുന്ന രീതിയിൽ രാജാവ് ഇടപെട്ടിട്ട് ചെയ്യേണ്ടതാണ് ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലായത്. അങ്ങനൊരു കാര്യം എനിക്ക് മനസ്സിലായി പ്രാവശ്യം വന്നപ്പോൾ. സ്ട്രോബെറി ഇല്ലാത്ത രാജ്യത്ത് അവർ സ്ട്രോബെറി ഉണ്ടാക്കുന്നു വാണിജ്യപരമായിട്ട് തന്നെ.
എന്നാൽ പഴയ സ്ട്രോബെറിയുടെ ആ സാധാരണ ഒറിജിനൽ സ്ട്രോബെറിയുടെ അത്രയും വലുപ്പമോ രുചി ഉണ്ടാവില്ല എന്ന് മാത്രം. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് സ്ട്രോബെറി. അത് ഉപ്പ് കൂട്ടി ഇങ്ങനെ കഴിച്ചു നടക്കാൻ നല്ല രസമാണ്. അങ്ങനെ നടന്നുകൊണ്ട് കഴിച്ചുകൊണ്ട് പോകുക എന്നുള്ളതും വീഡിയോ എടുത്തുകൊണ്ട് പോകുക എന്നുള്ളതൊക്കെ എൻ്റെ ഒരു ഹോബിയാണ്. ഈ 40 രൂപയ്ക്കാണ് ഈ സാധനം കിട്ടുന്നത്, 40 ബാത്തിന്. ഇത് വേറെ എന്നെ ഹഠാത് ആകർഷിച്ച സംഭവമാണ്. തായ്ലൻഡിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഇതേപോലെ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പ്രൈവറ്റ് പാർട്ടിക്ക് വച്ചിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരിങ്ങനെ പബ്ലിക്കിന് വന്ന് കാശിട്ട് കഴിഞ്ഞാൽ നമ്മുടെ തുണിയൊക്കെ അലക്കാം. നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്, അവിടെ ചെയറും ടേബിളൊക്കെ ഉണ്ട്, അവിടെ ഇരിക്കാം. എല്ലാം നീറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത്. തുണിയിലൊക്കെ കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കൊണ്ടുപോവുകയും ചെയ്യാം. കിലോ എത്ര കിലോ വെച്ചിട്ട് നമുക്ക് കാശ് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ആ മുകളിൽ ഇങ്ങനെ ഫ്ലോർ ക്ലീനിങ്ങിൻ്റെ ഒരു റോബോട്ടിൻ്റെ ഒരു സാധനം ഞാൻ കണ്ടു. അത് ഇന്നേരൊക്കെ അവരാണ്. ജസ്റ്റ് ഞാൻ അവരുടെ നിന്ന് കാണിച്ചു തരാൻ പറഞ്ഞ് കാണിച്ചു തന്നു. ഇത് വെച്ച് ക്ലീൻ ആവുമായിരിക്കും. എനിക്കൊന്നും വീട്ടിലേക്ക് വാങ്ങിക്കുന്നുണ്ടായിരുന്നു, ഇതുവരെ വാങ്ങിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. പിന്നെ ഞാനങ്ങനെ നടന്നു പോയപ്പോൾ ഇത് മാളിൻ്റെ കുറച്ച് സീനാണ്. മാളെന്ന് വെച്ചാൽ നേരത്തെ കണ്ട മാളിലുള്ള സീനാണ്. ഇത് ഇടകലർന്ന് വന്നേക്കണെയാണ്. പിറ്റേ ദിവസം കൂടെ ഞാൻ പോയിരുന്നു. ആ ദിവസം പോയപ്പോൾ കണ്ട കാഴ്ചയാണ് ഇതെല്ലാം. അതിൽ ഫുഡ് മാർക്കറ്റ് മാത്രമാണ് ഈ കാണുന്നത്. ഈ കളർ ആയിട്ടുള്ള ജ്യൂസിൽ ഞാൻ കുടിക്കാറില്ല. ഞാൻ ഫ്രഷ് ജ്യൂസ് മാത്രമേ കഴിക്കാറുള്ളൂ. പണ്ട് കഴിച്ചിട്ട് അനുഭവമുള്ള കാരണമാണ് ഫ്രഷ് ജ്യൂസ് കഴിക്കുക എന്നുള്ളൊരു ശീലമാക്കി മാറ്റി ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട്. അതുകൊണ്ട് വലിയ തരക്കേടില്ലാണ്ടൊക്കെ ജീവിച്ചു പോകുന്നു. പക്ഷെ ഇവരുടെ വെറൈറ്റി ഫുഡ് നമ്മുടെ ഇന്ത്യ പോലും ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇന്ത്യയിൽ നമുക്ക് പല കാര്യങ്ങളുണ്ടെങ്കിലും ഇവർ വെറൈറ്റി ഉണ്ടാക്കുന്നതിൽ തായ്ലൻഡിനെ വരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ആരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഞാൻ ചിലപ്പോൾ അധികം രാജ്യങ്ങളിൽ പോകാത്തായിരിക്കും, കുറച്ച് രാജ്യങ്ങളിലേ പോകുള്ളൂ. തായ്ലൻഡാണ് എപ്പോഴും പോകാറ്. ഇന്ത്യ എൻ്റെ പെറ്റമ്മയാണെങ്കിൽ തായ്ലൻഡ് പോറ്റമ്മ എന്ന് പറഞ്ഞ ലെവലിലാണ് ഇപ്പോൾ ഞാനൊക്കെ പോണത്. എന്നുവെച്ചാൽ ഇവിടുത്തെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ വെറൈറ്റി ഇപ്പോഴും എല്ലാ വെറൈറ്റിയും ഞാൻ കഴിച്ച് തീർന്നിട്ടില്ല. കുറേ കഴിച്ചിട്ടുണ്ട്, പക്ഷേ എല്ലാം ഹെൽത്തി ഫുഡാണ്. കാരണം സ്പൈസി അല്ല. നമ്മുടെ പോലത്തെയൊക്കെ നമ്മുടെ എല്ലായിടത്തും ഭയങ്കര സ്പൈസി ആയിരിക്കും, ഉപ്പ് കൂടുതലായിരിക്കും, മുളക് കൂടുതലായിരിക്കും. ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ ആവശ്യത്തിന് സോസ് ഒഴിച്ച് ഉപ്പ് കൂട്ടാൻ കുറയ്ക്കാം. ഇതൊരു ചായയുടെ കടയാണ്. ഇവിടെ ഒരു അമ്മച്ചിരിപ്പുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ചായ ഉണ്ടാക്കി തരുന്ന പറഞ്ഞത്. അപ്പോൾ ആ ചായയുടെ പല കാര്യങ്ങളും അവിടെ എടുത്ത് വച്ചിട്ടുണ്ട്. ചായയും കോഫിയും, ടീ ആൻഡ് കോഫിയാണ്. ചൈനീസിൻ്റെ ഒരു കടയാണ്. കാണാൻ നല്ല രസമുള്ളവരും എടുത്തുനിന്ന് മാത്രം. ഇത് തൊട്ടപ്പുറത്തൊരു ചേട്ടൻ്റെ പലചരക്കടയാണെന്ന് തോന്നുന്നു. ഇതും ചൈനീസിൻ്റെ തന്നെയാണ്. ചൈനീസിൻ്റെ സംഭവത്തിലൊക്കെ ഭയങ്കര വെറൈറ്റിയാണ് കേട്ടോ. എനിക്ക് തായ്ലൻഡിനേക്കാളും വെറൈറ്റി ചിലപ്പോൾ ചൈനീസിൻ്റെ ഉണ്ടാവും. ഇവർ രണ്ടുപേരൊക്കെ എല്ലാവരും മംഗോളിയൻസ് തന്നെയാണല്ലോ. ഇതൊക്കെ ബോൺസായി മരങ്ങളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലതൊക്കെ ആർട്ടിഫിഷ്യലാണെന്ന് തോന്നുന്നു. അല്ല, ആർട്ടിഫിഷ്യൽ അല്ല, ഇതെല്ലാം ഒറിജിനൽ തന്നെയാണ്. ആർട്ടിഫിഷ്യലുള്ള മരങ്ങൾ ഞാൻ ഇവിടെ പോണ വഴി കണ്ടിരുന്നു. ഇതിനെ ലൈറ്റ് അടിച്ചില്ലെങ്കിൽ വേഗം ചീത്തയായി പോകും. ഇതൊരു ജ്യൂസാണ്. ജ്യൂസിന് നമ്മൾ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അവരതങ്ങ് അടിച്ചു തരും. അപ്പോൾ അവരടിച്ചു തരും. എന്നിട്ട് നമുക്കങ്ങനെ വെറുതെ അങ്ങനെ കുടിച്ചാൽ മതി. 30 ഭാഗത്തെങ്ങാണ്ടൊക്കെ ഉള്ളൂ. അത് തായ്ലൻഡിൽ എല്ലായിടത്തും ഉള്ള, പക്ഷെ നല്ല ഫ്രഷ് ജ്യൂസ് കിട്ടും. നല്ല രസമായിരിക്കും ഒരു ജ്യൂസ് കുടിക്കാൻ. അത് എന്തൊക്കെ രീതിയിലുള്ള ഫ്രൂട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയാൻ പാടില്ലാത്ത പല ഫ്രൂട്ട്സ് ഉണ്ട്. ഫ്രൂട്ട്സ് ആണെന്നൊക്കെ തന്നെ നമ്മൾ ചെല്ലുമ്പോൾ അറിയണം തന്നെ. പിന്നെ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ വീക്കാണ്. അതായത് ഫ്രൂട്ട്സിൻ്റെ പേരുകൾ പറയുക എന്നുള്ളതൊക്കെ ഞാൻ ഭയങ്കര വീക്കാണ്. എന്തായാലും നല്ല രുചികരമായൊരു ഫ്രൂട്ട് ജ്യൂസ് കഴിച്ചു. അങ്ങനെ ഞാൻ ആത്മാവിൽ ശാന്തി അടഞ്ഞു. പിന്നെ നമുക്ക് കുറച്ച് ഫുഡൊക്കെ ഉണ്ട്, നമുക്കിപ്പോൾ കുറച്ച് ശാന്തി അടയാം.